അപ്പൊ ഇത് സ്ഥലം എത്ര ഉണ്ട്? നിങ്ങളിത് വാങ്ങിക്കാൻ വന്നതല്ലോ, പണിയാൻ വന്നതല്ലേ? അതല്ല, ഇതേ നമ്മ സെന്റിന് 2 ദിവസം വെച്ചാണ് കൊട്ടേഷനെ. ഒരു സെന്റ് വൃത്തിയാക്കണേന് 2 ദിവസം എടുക്കും. ആദ്യം ഒരു ദിവസം പണിയടോ, അത് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ. ഒരു 10 ദിവസത്തെ പണിയല്ലേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. കൂടിയ 25. ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണ്ടേ? ഇപ്പൊ സമയം എത്രയായി? 9-9:30 മണി സമയം കഴിഞ്ഞില്ലേ? പണി സാധനം ഇല്ലാണ്ടെങ്കിൽ എന്തൊരു വലിയ കയറി വന്നാണോ? എടോ തന്റെ സമയമല്ല പണിയെടുക്കണം, ഞങ്ങളാ പണിയെടുക്കണം. അതൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല. അല്ല, അത് വന്നപ്പോ തൊട്ട് വേറെ പണി കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. അടുത്ത കർക്കിടത്തിൽ പോയിക്കോളൂ. ഇതെടുത്തിട്ട് ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടണില്ല. ഞാൻ പറഞ്ഞല്ലേ വരണ്ടെന്ന്. അപ്പൊ മന്മേട്ടന് ഭയങ്കര നിർബന്ധം. അതൊക്കെ മര്യാദ കേട്. നമ്മളൊരു 500 രൂപ അഡ്വാൻസ് മേടിച്ചല്ലേ? ഗൾഫാരം വരുന്നു. പച്ചപ്പുട്ടം പണി ചെയ്യണ പോലെ നിക്കണം. മന്മേട്ടാ, അത്രയും കുമ്പടണ്ട, നടുവിനും. എനിക്ക് തോന്നി അല്ല, ഇതിനെ ആദ്യം ചെയ്തമ്മ. അവിടെ അത് കുഴപ്പമില്ല, നമുക്ക് സാറിന്റെ അടുത്ത് പറയാം. സാർ വന്നല്ലോ. അല്ല ചേട്ടാ, ഇവിടെ പണിയൊന്നും നടന്നിട്ടില്ലല്ലോ. പറയണോണ്ടൊന്നും തോന്നരുത്. ഞങ്ങൾ ഇവിടെ 100 പണി തീർത്തിട്ട് പോണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷെ അതിനുമ്പ് ഞങ്ങളെയൊക്കെ മൂട് കളഞ്ഞില്ലേ? ആര്? സാറിന്റെ ഒരു അപ്പച്ചനോടായിരുന്നല്ലോ. അതെ, എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മള് തൊഴിലാളികളല്ലേ. ഒന്ന് ചേട്ടാ, വയസ്സായ ആൾക്കാരല്ലേ നിങ്ങൾ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പണി ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഊർജ്ജം വേണം. ഉള്ളത് പോയി. അല്ല, അതിന് സാർ എന്തെങ്കിലും ഒരു വഴി കാണണം. ഞാനെന്ത് ചെയ്യാൻ? ഞാൻ നിങ്ങളല്ലേ അത് ചെയ്യേണ്ടത്. ഞാൻ കഴിക്കാറില്ല. ഞാൻ ഇതിന് പറഞ്ഞത് എന്റെ പെണ്ണുപിള്ളേരുടെ സ്റ്റാറ്റസിന് ശരിയല്ലെന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. ചേച്ചിക്കോടെ പണി? അത് തൊഴിലുറപ്പിന്റെ പണിക്ക് പോവാ. സാറ് ഒരു 600 രൂപ ചെലവാക്കി ഞങ്ങൾക്ക് ഒരു ഫുൾ എടുത്ത് തന്നാ പണി ഇപ്പൊ തന്നെ തീർക്കാം. സാറ് നല്ല മനുഷ്യനാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഉള്ള ഉണ്ണി വരും. അല്ല, അച്ഛന്റെ സ്വഭാവം അറിയാലോ. മൂപ്പര് എന്നെ ചീത്ത പറഞ്ഞിട്ട് ആകെ പ്രശ്നം. അതൊക്കെ അടുത്ത് തന്നെ പോയിക്കോളൂ. അച്ഛനെ കൊണ്ട് ഇനിയും വർത്താനം പറയണ്ട. അവിടെ തരാം. എന്ത് ചെയ്തിട്ടാണ് ഇത് വെള്ളം കുടിക്കണം? നോക്കണ്ട്, ഇങ്ങോട്ട് നോക്കണ്ട്. പക്ഷെ വേറെ ഉണ്ട്. സാധനം കൊണ്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണം കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കിടക്കണം. ഇതൊക്കെയല്ലേ കുഴപ്പം. നിങ്ങളെ പണിക്ക് വിളിക്കാത്തതാണ് ഞാൻ. വരുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒന്ന് പണിയെടുക്കണ്ടേ? എന്നിട്ട് ഇനിയിപ്പോ തുടങ്ങിയാൽ മതിയോ? പിന്നെ അത് മതി. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയിൽ എത്താം. ഇത് 5-6 ദിവസമായിട്ട് ഈ പണി തുടങ്ങിയിട്ട് ആരോട് പറയാനാണ് ഇപ്പോൾ? എടാ, ഇങ്ങനെ കുന്തം വിഴുങ്ങിയിരിക്കാതെ അങ്ങോട്ട് എന്ത് ചോദിക്കടാ അമ്മമാരോട്? അടുത്ത് എന്ത് ചോദിക്ക്? ഇതിപ്പോ പണി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 5-6 ദിവസമായില്ലേ? അവർക്ക് തോന്നുമ്പോ അങ്ങനെ വരിക, തോന്നുമ്പോ അങ്ങോട്ട് പോവുക. ഇതൊക്കെ വൈകുന്നേരം പൈസ കൊടുക്കണ്ടാ. ചെന്ന് ചോദിക്കടാ, ഇതെന്താ മുഖം കഴിക്കുന്നതിന്റെ? ഞാൻ എന്തെന്ന് പോയി പറഞ്ഞാച്ചാൻ? വായ തുറന്ന് അങ്ങോട്ട് പറയണം. ചുമ്മാ അല്ലല്ലോ, പൈസ കൊടുത്തിട്ടല്ലേ. ഇന്നലെ ഇവിടെ എന്താ നടന്നെന്ന് അറിയാമോ? മീൻകറി ഇല്ലാന്നും പറഞ്ഞ അതിലൊരുത്തന്നെ എന്നെ കടിച്ചു കീറാനാ വന്നത്. കണ്ണു നോക്കാൻ കൊടുക്കണ്ടേ? അച്ഛന്റെ കണ്ണു പോട്ടോ. പിന്നെന്താ പറഞ്ഞവൻ? പിന്നെന്തും പറഞ്ഞോ? പിന്നെ പറയാതെയാ, ഇവിടെ പണി നടക്കണ്ടേന്ന് ഓർത്ത് ഞാൻ ഉണ്ടായിരുന്നാ. നിങ്ങൾക്ക് രണ്ടാക്കും ചോദിക്കാം. അവരൊന്നും കാണിച്ചിട്ടില്ല. അച്ഛൻ ഇവിടെ ഇരുന്നേ. എന്തൂരെ കഷ്ട 10 ദിവസം മനുഷ്യൻ വീട്ടിലൊന്നും നിൽക്കാൻ വന്നിട്ടുള്ള ഗതികേട് നോക്ക്. ഞാൻ ചോദിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പോയി ചോദിച്ചോണ്ട്.
ചേട്ടാ 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 ഇവിടെ എന്താ എണിക്കണല്ലേ എണിക്കണല്ലേ പണി ചെയ്യാത്തന്നെ? അത് മന്മഥേട്ടൻ വന്നില്ല, പോരും. മന്മേട്ടൻ എവിടെ പോയി? പുള്ളിയുടെ കൊച്ചിലേ സ്കൂളിൽ എന്തോ വിഷയമുണ്ടെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ച്, അപ്പൊ ഒന്ന് അവിടത്തോളം പോയേക്കണി, ഇപ്പൊ വരും. അല്ല 3:30 ഇപ്പൊ സമയം. ഒന്ന് മറ്റേ ചേട്ടൻ എന്തിയാ? പുള്ളി ഇവിടെ പോവാനായാ? അല്ല പണിയണല്ലേ? 3:30 മണിയായി. എങ്ങനെ നോക്കിയാലും നെറ്റ് കിട്ടുന്നില്ല. അതെ, ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വാച്ചു നോക്കി നടക്കണ്ട. ഞങ്ങള് പണിയേറ്റാ പണി ചെയ്ത് തീർത്തോളാം. ചേട്ടാ നിങ്ങൾ 2-3 പേര് വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തത് കാണണ്ടേ? ഇത് നമുക്ക് അങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ വെറുതെ അവിടെ ഇവിടെ ഇട്ടൊന്നും വെട്ടാൻ പറ്റൂല. മന്മഥേട്ടൻ പ്ലാൻ തന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പുല്ല് എത്തുന്നതിന് എന്ത് പ്ലാൻ ചേട്ടാ? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. നമുക്ക് കന്നിമൂലെന്ന് വെട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉത്തരകോണിലെ നിർത്താൻ പാടുള്ളൂ. ഇപ്പൊ ഇവൻ തന്നെ കണ്ട 3 വാഴക്ക് തടം വെച്ച്, അത് പുള്ളി പറഞ്ഞു തന്നതാണ്. ഞാനിപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാണിച്ചിട്ട് അവിടെ നിന്ന് നോക്കും. സാറ് ഞങ്ങളുടെ പുറകെയാണെന്നൊന്നും പണിയെടുപ്പിക്കണ്ട. ഞങ്ങള് പണി കയറ്റാൻ ഞങ്ങൾ ചെയ്തു തീർക്കും. പറ്റില്ല പറയാം, ഞങ്ങൾ നിർത്തി പോയിക്കോളാം. നിങ്ങളെ പറഞ്ഞത് വർക്ക് നടന്നിട്ടില്ലാത്തോണ്ട് പോലീസ് സ്റ്റേഷൻ കേസ് നീ എന്ത് ചുമ്മാ ആവശ്യമില്ല അതൊന്ന് പറയാൻ. ഫോൺ വെക്ക്. ഓക്കെ തുടങ്ങാൻ. അല്ല നമുക്കേ ഒരു പണിയേ ചായ ചായക്കുള്ള അല കൊണ്ടാ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ തുടങ്ങുന്ന ആ പുല്ലുവാൻ തീർത്തുണ്ടെന്ന് ഒരു സൈഡിൽ തുടങ്ങാം കേട്ടോ. ഒന്നുമില്ല, മാറി ഇതിന്റെ ഇടയിൽ വന്നിട്ടല്ലേ പോ. പണിയേട്ടാ പണിയേണെന്ന് ഞാനല്ലേ സമാധാനമായിട്ട് സാറിന് 2 ദിവസം കൂടെ മുന്നേ എനിക്ക് ഓർമ്മ അച്ഛൻ വൈഫും ചീത്ത പറയാ. അച്ഛനെ പണിയല്ലാന്ന് പറഞ്ഞേ മാറിയേട്ടാ. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കും. നടക്ക് വരുമ്പോ 2 കൂടെ നമ്മൾ ഒരുമിച്ച് വാരുന്നു. നീ ഇവിടെ പിടിക്കും. നീ അവിടുന്ന് പിടിക്കുക. നീ അവിടെ പിടിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിക്കാൻ പറ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവിടെ പിടിക്കും, ഒരാൾ ഇവിടെ പിടിക്കും. ചേട്ടാ മറ്റേ കോഴിക്കോട്ട മതി എന്ന് പറ. ഉള്ളില് വെച്ച ഉണ്ടേ അരിയുടെ അത് മതി. പഴംപൊരിയൊക്കെ കൊളസ്ട്രോൾ ആണ്. അവർക്ക് അതൊക്കെ അറിയില്ല. അവര് ചെയ്യണ പണി ആദ്യം ചെയ്യട്ടെ. ഒരു വെള്ളം കുറച്ച് ചായ മതി എനിക്ക്. പോയിക്കോ. ഇല്ല പോയേട്ടാ. സാറ് ധൈര്യമായിട്ട് നോക്കോ. എന്നാ നിങ്ങള് കുറച്ചേരം ഇങ്ങനെ പണിന്ന് കേട്ടോ. അച്ഛനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അച്ഛാ അതെ അച്ഛാ ജീവിതം വരുന്നത് ഭയങ്കര ഒരു കാര്യം. 2 മിഠായി മേടിച്ചിട്ട് പിടിക്കും. കൂട്ടിക്കാം. ചേട്ടാ കുറച്ചേരം ഒന്ന് ചെയ്യട്ടോ. ചെയ്യണ്ട്. അല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ടേ, അച്ഛനോട് കാണാൻ വേണ്ടി. അച്ഛൻ കാണുന്ന കാര്യം ഞങ്ങള് പണിയുന്നേ. അച്ഛൻ വേണമെന്ന് നോക്കാം. ഇപ്പൊ തീരും പണി. മറിമായം